ഹലോ എവ്രി വൺ, ഡേവിഡ് കാറ്റലയുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പാരലൽ യൂണിവേഴ്സിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റിയിൽ അവിടെ തടിച്ചുകൂടിയ ജേർണലിസ്റ്റുകളുടെ കൂടെ ചിലപ്പോൾ ഞാനും ഉണ്ടായിരുന്നേനെ. മനസ്സിലാവാത്തവർക്കായി നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ആ സത്യം ഞാൻ വെളിപ്പെടുത്താം. ഇതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ ഒരു വലിയ ദുരന്തത്തിലൂടെ കടന്നു പോകുന്നത് 2018-19 സീസണിൽ ഡേവിഡ് ജെയിംസ് നമ്മുടെ കോച്ചായിട്ട് തിരിച്ചു വരുമ്പോഴാണ്. അന്ന് ടീമിന്റെ പെർഫോമൻസ് മോശമായപ്പോൾ അറ്റൻഡൻസ് ഇടിയുകയും അതുപോലെ തന്നെ CK വിനീതിന്റെ ഒരു കോൺട്രവേഴ്ഷ്യലായ ഓഫ് ദ ഫീൽഡ് കമന്റും ഒക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ ഒരു സീസണിൽ ISL അക്രഡിറ്റേഷനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ കവർ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ട് ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയിൽ മീശയും കണ്ണടയൊക്കെ വെച്ചിരിക്കുന്നത് ഞാനാണ്. എൻ്റെ കൂടെയുള്ളത് അന്ന് സ്പോർട്സ് മലയാളത്തിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഗോകുൽ ബ്രോയും. ഞാനും ഗോകുൽ ബ്രോയും ആണ് അന്ന് പ്രസ് ബോക്സിൽ എപ്പോഴും അടുത്തിരുന്നത്. നമ്മൾ തമ്മിൽ ഒരുപാട് നല്ല കളിയെക്കുറിച്ചുള്ള കോൺവെർസേഷനുകളും ഉണ്ടായിരുന്നു. ഇതെൻ്റെ കരിയറിൻ്റെ ഒരുപാട് കാലം മുമ്പുള്ള ആദ്യത്തെ ഒരു സ്റ്റേജാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ പ്യുവർലി ഒരു ജേർണലിസ്റ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ കൂടുതലും കണ്ടന്റിൻ്റെ ബിസിനസ്സും അതിൻ്റെ ഗ്രോത്തും ഒക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ അന്നും ഇന്നും എന്നും ഞാൻ പഠിച്ചതും എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടവുമുള്ള ജോലി ഒരു ഫുട്ബോൾ ജേർണലിസ്റ്റിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ മരിക്കുന്നിടത്തോളം വരെ ആ ഒരു ഫുട്ബോൾ ജേർണലിസ്റ്റ് എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒരു ജേർണലിസ്റ്റിന് അവരുടെ റീഡേഴ്സിനോടും ഓഡിയൻസിനോടും എപ്പോഴും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു റീഡേഴ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. കാറ്റലയുടെ പ്രസ് കോൺഫറൻസിൽ 1-2 ചോദ്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ പേഷ്യൻസ് ഈസ് എ റെയർ കമോഡിറ്റി അറ്റ് KBFC, വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ് ഫ്രം ഓൾ ദ മാനേജേഴ്സ് ബിഫോർ യു എന്നുള്ള ആ ഒരു ചോദ്യം. ആ ഒരു ചോദ്യം ആൻസർ ചെയ്തപ്പോൾ ഉള്ള കാറ്റലയുടെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ആ ക്വസ്റ്റ്യൻ ചോദിച്ച വ്യക്തിക്ക് ഒരു ബിഗ് സല്യൂട്ട്. എന്നിരുന്നാൽ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ ആരും ചോദിക്കാതിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. ഡേവിഡ് കാറ്റലയുടെ ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ ആരും ചോദിക്കാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 ചോദ്യങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, ഈ ഒരു കരാർ ഒപ്പിടുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കാറ്റലയുടെ മുന്നിലേക്ക് വെച്ച പ്രോജക്റ്റ് എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, കാറ്റല 2026 വരെ മാത്രം ദൈർഘ്യമുള്ള ഒരു 1 ഇയർ കോൺട്രാക്റ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ ഒരു പ്രസ് കോൺഫറൻസിൽ ഉടനീളം ക്ലബിന്റെ അധികാരികളും കോച്ചും എടുത്തെടുത്ത് പറഞ്ഞിരുന്നു ഈ ഒരു അപ്പോയിന്റ്മെന്റ് ക്ലബിന്റെ മെന്റാലിറ്റിയും ക്യാരക്ടറും ഒക്കെ മാറ്റാനുള്ള ഒരു എവല്യൂഷനിലേക്ക് നയിക്കാനുള്ള ഒരു നീക്കമാണെന്ന്. പക്ഷേ എൻ്റെ ഒരു വലിയ സംശയം, കോച്ചായി പ്രവർത്തിച്ച് വെറും 5 വർഷം മാത്രം പരിചയമുള്ള, ഇതിനു മുമ്പ് ഒരിക്കലും യൂറോപ്പിന് പുറത്ത് ഒരു ടീമിനെ ലീഡ് ചെയ്യാത്ത ഒരു കോച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് വെറും 10-12 മാസം കൊണ്ട് ഈ ക്ലബിനെ അങ്ങനെ ഒരു എവല്യൂഷനിലേക്ക് നയിക്കാനാവുമോ? യൂറോപ്പിലെ പ്ലേയിങ് കണ്ടീഷൻസും പ്ലേയേഴ്സിന്റെ ലെവലും ഒന്നും ഇന്ത്യ പോലെ ഒരു രാജ്യമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ കാറ്റല ഇതിനോടൊക്കെ പൊരുത്തപ്പെടാൻ മിനിമം 1-2 മാസമെങ്കിലും സമയമെടുക്കും. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഒരു ലോങ് ടേം വിഷൻ ഈ ഒരു അപ്പോയിന്റ്മെന്റിന്റെ പിന്നിലുണ്ടോ എന്നുള്ളതിൽ എനിക്കിപ്പോൾ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. കാറ്റല എന്ന കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോയിന്റ് ചെയ്തപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കുറച്ച് ഒബ്ജക്റ്റീവുകൾ നൽകിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ക്ലബിന്റെ പ്രോഗ്രസ് ഈ കോച്ചിന് കീഴിൽ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യപ്പെടുക എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരുന്നു. ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഒരു റോഡ് മാപ്പ് അത്യാവശ്യമാണ്. അല്ലാണ്ട് ഗെയിം ബൈ ഗെയിം റിസൾട്ട് നോക്കി തീരുമാനങ്ങൾ തിരിച്ചും മറിച്ചും എടുക്കാനാണെങ്കിൽ അതിനെ ഒരു ഫുട്ബോളിംഗ് പ്രോജക്റ്റ് എന്ന് വിളിക്കാനാവില്ലല്ലോ. രണ്ടാമത്തെ ചോദ്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോൺ താരങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റ്. ആരെയെങ്കിലും സൂപ്പർ കപ്പിനായി തിരിച്ചു വിളിച്ചുകൂടെ? ഇപ്പൊ നിലവിൽ ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ എല്ലാ താരങ്ങളും മെയ് 31 വരെയാണ് അവരുടെ ലോൺ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു പാരന്റ് ക്ലബ് എന്ന രീതിയിൽ ആവശ്യം വന്നാൽ ഈ പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വിളിക്കാനാവും എന്നുള്ളൊരു ക്ലോസ് യൂഷ്വലി ഇങ്ങനത്തെ ട്രാൻസ്ഫറിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ലോണിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച താരങ്ങളെ സൂപ്പർ കപ്പിന് മുമ്പ് തിരിച്ചു വിളിച്ചുകൂടാ? കാറ്റല പ്ലേയേഴ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടതെല്ലാം ചെയ്യും എന്നെന്തായാലും ശപഥം എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ യങ് പ്ലേയേഴ്സായ നിഹാലിനെയും ബികാഷിനെയൊക്കെ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം നൽകിക്കൂടാ?
എന്തായാലും ഈ ടീമിൽ ഒരു വലിയ അഴിച്ചുപണി വേണം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പൊ പിന്നെ കോച്ചിന് കൊടുക്കാവുന്ന മാക്സിമം റിസോഴ്സും പ്ലേയേഴ്സും കൊടുത്തിട്ട് പുള്ളിക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നതല്ലേ നല്ലത്. നിഹാലിനും ബികാഷിനും ഒക്കെ നല്ല കോച്ചിങ് ലഭിക്കുകയാണെങ്കിൽ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാനാവും എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ താരങ്ങൾക്കൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു ക്ലിയർ പാത്വേ നമ്മൾ ഉണ്ടാക്കണം. ബികാഷിന്റെ കോൺട്രാക്ട് നോക്കിയാണെങ്കിൽ മെയ് 31 അത് അവസാനിക്കുകയും ചെയ്യും. ഇതൊക്കെ കണക്കിലെടുത്ത് സൂപ്പർ കപ്പിനായി ഇവരെ കൂടെ പരിഗണിക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ട് നമ്മുടെ ക്ലബ്ബ് അതിനെക്കുറിച്ച് ശക്തമായി ആലോചിച്ചില്ല എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരുന്നു. നമ്പർ 1 ചോദ്യം അത് കാറ്റലയോടല്ല, അദ്ദേഹത്തിന്റെ ഇടവും വലവും വരുന്ന അബിക്കിനോടും കരോളിസിനോടുമാണ്. ഈ ക്ലബിന്റെ എല്ലാ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മുമ്പ് പരിശീലിപ്പിച്ച ഒരു ടീമിൽ പോലും ഒരു സീസൺ മുഴുവൻ തികയ്ക്കാത്ത ഈ ഒരു കോച്ചിനെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തു? ഈ ചോദ്യം കേൾക്കാൻ അത്ര സുഖമുള്ളതല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു ക്ലബിന്റെ അവസ്ഥ വെച്ച് മിക്കായൽ സ്റ്റാറെ പോലെ ഇനിയൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവരുത്. സ്റ്റാറയും ഇതുപോലെ അത്ര നല്ല ട്രാക്ക് റെക്കോർഡ് ഇല്ലാതെ ഈ ക്ലബിലേക്ക് വന്ന് മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളിൽ പറ്റിയ വീഴ്ചകൾ ഉൾപ്പെടെയുള്ള പല കാരണങ്ങളാൽ ഈ ക്ലബിന് വേണ്ടി ബലിയാടായ ഒരു വ്യക്തിയാണ്. അപ്പൊ കുറച്ചുകൂടെ ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിനെ എന്തുകൊണ്ട് ക്ലബ്ബ് അപ്പോയിന്റ് ചെയ്തില്ല? റിപ്പോർട്ടുകൾ പ്രകാരം ഇതിനു മുമ്പ് ISLന്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ISLൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പല കോച്ചുകളും ആ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ ഭാഗമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഇതിനു മുമ്പ് ഇന്ത്യയിൽ കോച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാറ്റലയെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യാൻ അദ്ദേഹത്തിൽ നിങ്ങൾ കണ്ട ക്വാളിറ്റി? അതിനൊരു വ്യക്തമായ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വെറുതെ ഡിറ്റർമിനേഷൻ, സ്കില്ല്, നോളജ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയാതെ ഇതിന് വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ചോദിക്കേണ്ടിയിരുന്നു. പക്ഷേ അതുണ്ടായില്ല. എൻ്റെ മനസ്സിൽ ഉദിച്ച ഈ ചോദ്യങ്ങളെ പോലെ നിങ്ങളുടെ ഉള്ളിലും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഈ അപ്പോയിന്റ്മെന്റോടുകൂടി ഉടലെടുത്തിട്ടുണ്ടാവും. ആ ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ആസ് ഓൾവേസ് യു ടേക്ക് കെയർ. Bye for now.